അസ്സലാമു അലൈക്കും. നാം എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. എന്നാൽ നമ്മളെപ്പോലുള്ള ഓരോ സാധാരണ മനുഷ്യന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നൽകുന്നത് അല്ലേ? ചില സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ കൊണ്ട് നാം വലയുന്ന സമയത്തും എൻ്റെ റബ്ബ് എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരു സ്ത്രീക്ക് ഭാഗ്യം വരുമ്പോൾ അല്ലാഹു തആല കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ത്രീക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയിൽ ഈ കാണിക്കുന്ന ലക്ഷണങ്ങൾ നൽകിയേക്കാം. ഞാനീ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ പോലും എന്തോ ഉള്ളിൽ നിന്നും ഒരു സമാധാനവും ഒരു ശാന്തിയും അനുഭവപ്പെടുന്ന പോലെ നമുക്ക് തോന്നിയേക്കാം. ഈ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഏൽക്കുകയില്ല എന്ന തോന്നലും, പഠിച്ചവനുണ്ട് എൻ്റെ കൂടെ, എൻ്റെ റബ്ബ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും എന്നുള്ളൊരു ചിന്തയും, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഏതൊക്കെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എൻ്റെ റബ്ബ് കൂടെയുണ്ടെന്നുള്ളൊരു തോന്നലും, എന്ത് ചിന്തിക്കുമ്പോഴും അള്ളാഹു ഉണ്ട് എൻ്റെ കൂടെ, റബ്ബ് എന്നെ മറക്കില്ല എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് വരാനിരിക്കുന്ന ഒരു അനുഗ്രഹത്തെ നേരിടാൻ വേണ്ടി നമ്മുടെ മനസ്സ് പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് അർത്ഥമാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ, നാം നമ്മുടെ റബ്ബുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് നിസ്കാരമായിക്കോട്ടെ, മറ്റു ഇബാദത്തുകളായ ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഖുർആൻ പാരായണം നടത്തുന്നതിലൂടെയും എന്തുമാവട്ടെ, ഇതിനോടെല്ലാമുള്ള ഒരു താല്പര്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആൻ പാരായണം എന്നിവ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിസ്കാര സമയമാകുമ്പോൾ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ നമസ്കരിക്കാൻ വേണ്ടി ഉളുവെടുത്ത് പായിൽ കയറുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്ത മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. വെറുമൊരു കടമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെയല്ല, മറിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, ദിക്ർ ചൊല്ലുമ്പോൾ എല്ലാത്തിലും ഒരു സന്തോഷം കണ്ടെത്തുകയും അതുപോലെ തന്നെ പണ്ടെപ്പോഴോ മറന്നുവെച്ച ഒരു ആത്മീയത വീണ്ടും വരുന്നതായി തോന്നുന്നു എങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈമാൻ വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിലും സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നത് പോലെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നു. ഇതിനെല്ലാത്തിൻ്റെയും അർത്ഥം എന്തെന്നാൽ റബ്ബ് നമ്മളോട് കൂടെ അടുക്കുന്നു എന്നതാണ്. നാം ഒന്നെടുത്താൽ റബ്ബ് വീണ്ടും വീണ്ടും നമ്മളോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം കുറച്ച് കഠിനമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിലും അള്ളാഹു കൂടുതൽ അനുഗ്രഹം തരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഇത്. ജീവിതത്തിൽ പലതരം പരീക്ഷണങ്ങളും വെല്ലുവിളികളും തന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തരാൻ വേണ്ടി അവൻ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പരീക്ഷണത്തോടു കൂടി അള്ളാഹുവിലേക്ക് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയും അവനിലേക്ക് കൂടുതൽ അടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. പരീക്ഷണങ്ങളും വെല്ലുവിളികളും സങ്കടങ്ങളുമെല്ലാം ജീവിതത്തിൽ വരുമ്പോൾ അതിൽ പതറാതെ നിങ്ങൾ ക്ഷമയോടുകൂടി റബ്ബിൻ്റെ നല്ല തീരുമാനത്തിനായി കാത്തിരിക്കുക തന്നെ ചെയ്യുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നാലാമത്തെ കാര്യം എന്തെന്നാൽ, നിങ്ങൾക്ക് ലോകത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറും എന്നുള്ളതാണ്. മറിച്ച് സ്നേഹം, ക്ഷമ, കരുണ എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരോട് അയവും എന്തും വെട്ടിപ്പിടിക്കണം എന്നുള്ള മനസ്സ് മാറിയിട്ട് നമുക്ക് ഉള്ളതിൽ തൃപ്തിയോടുകൂടി, ക്ഷമയോടുകൂടി, സ്നേഹത്തോടുകൂടി മുമ്പോട്ട് ജീവിച്ചു പോകുക എന്നതിലുള്ള മിതത്വം നമ്മൾ പാലിച്ചു തുടങ്ങുന്നതും അള്ളാഹു തരാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു മുന്നോടി തന്നെയാണ്. അഞ്ചാമത്തെ കാര്യം എന്തെന്നാൽ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരായി മാറും എന്നുള്ളതാണ്. ഒരു 10 രൂപയുടെ ചായക്ക് പോലും അള്ളാഹു അത് നമുക്ക് നൽകിയല്ലോ എന്നോർത്ത് റബ്ബിനോട് സ്തുതി പറയുന്നവരായി നാം മാറും. റബ്ബ് തന്ന ചെറിയ കാര്യങ്ങളാവട്ടെ വലിയ കാര്യങ്ങളാവട്ടെ എന്നിവ എല്ലാത്തിലും നമ്മൾ സന്തോഷം കണ്ടെത്തുകയും അള്ളാഹുവിനോട് അതിനെക്കുറിച്ച് നന്ദി പറയുകയും അതിലൂടെ സന്തോഷം കണ്ടെത്തുകയും നാം ചെയ്യുന്നു. ആറാമത്തെ കാര്യം എന്തെന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും
റബ്ബ് ചിലരെ എടുത്തു മാറ്റുക തന്നെ ചെയ്യും. അവർ നിങ്ങളുടെ വളർച്ചയെ സാധൂകരിക്കുന്നവരാവാം. നിങ്ങളുടെ വളർച്ചകൾ ഇഷ്ടപ്പെടാത്തവരും ഇത് നിങ്ങൾക്ക് വിഷമമാകുമെങ്കിലും അതിൽ നിന്നും റബ്ബിൻ്റെ അനുഗ്രഹം ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ക്ഷമിക്കുക, നിരാശപ്പെടാതിരിക്കുക. അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവൻ നിങ്ങളോട് അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, അള്ളാഹു നമ്മിൽ നിന്നും എന്തെങ്കിലും തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതെന്തോ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ചൊരിയാൻ കാത്തിരിക്കുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുക. ക്ഷമിക്കുക, ക്ഷമയോടുകൂടി നല്ലതിനു വേണ്ടി റബ്ബിൻ്റെ റഹ്മത്തിന് വേണ്ടി കാത്തിരിക്കുക. അവസാനത്തെ കാര്യം എന്തെന്നാൽ, നിങ്ങൾക്ക് എന്തെന്നില്ലാതെ നിങ്ങളുടെ മനസ്സിന് തോന്നുന്നു ഒരുപാട് നന്മകൾ ചെയ്യാൻ. മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും നമ്മുടെ അയൽവാസികളെയും മറ്റും നമുക്ക് സ്നേഹത്തോടു കൂടി അവരോട് ഇടപഴകാനും അവരോട് നല്ല രീതിയിൽ പെരുമാറാനും ഒക്കെ തോന്നുന്നുവെങ്കിൽ ഒരു സെൽഫിഷ്നെസ് ഇല്ലാണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മറ്റുള്ളവരോട് അലിവ് കാണിച്ചും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നന്മ വരുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്നതിലൂടെയും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അവരുടെ സന്തോഷത്തിൽ നമ്മളും സന്തോഷിച്ച് മുമ്പോട്ട് പോകുന്നതിലൂടെയും ആരോടും കുശുമ്പും ഒന്നുമില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റിവിറ്റി മാത്രം കണ്ട് മുമ്പോട്ട് പോകുന്നതും അല്ലാഹു തആല അനുഗ്രഹിക്കപ്പെട്ടവർക്ക് മാത്രം കിട്ടുന്ന ചില ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ട് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ കാരുണ്യവും നമ്മിലേക്കും പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളുടെ കുടുംബ ബന്ധുമിത്രാദികളെയും നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന വിശ്വാസത്തോടു കൂടി അസ്സലാമു അലൈക്കും.